ആക്ച്വലി നമുക്ക് വിധിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത്? വിധിച്ചു എല്ലാരും കൂടെ ഷിംജിതയാണ് കുറ്റക്കാരിന്ന്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അത് തെറ്റാണ്. അതാ അനാവശ്യം പറഞ്ഞ അടിച്ച് പല്ല് ഞാൻ പൊളിക്കും. നിനക്ക് കിട്ടിയതൊന്നും പോരല്ലടാ. അവരാണ് കുറ്റക്കാരി. അവരെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളും കുറ്റക്കാരാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഇത് ഭയങ്കര ഇടങ്ങേറായിട്ട് വരിക. അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അക്യൂസ്ഡ് ആയിട്ടുള്ള സ്ത്രീയുടെ പേര് പറയാതിരിക്കുക. നാണമുണ്ടോ നിനക്ക്? നാണം. അല്ല, അവര് കംപ്ലൈന്റ് എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. അവര് കംപ്ലൈന്റ്. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എങ്ങനെ ഉറപ്പിക്കുന്നു? വെറുതെ കോമാളിയാവാണ്ട് പോടാ. അതെ, അവർ എന്നാൽ ഈ കേസിലെ അതിജീവിതയെ കുറിച്ച് പറയൂ. ബാക്കി ഈ കേസിലെ അതിജീവിത ഞങ്ങളോടൊക്കെ പറയേ ഒരു വിവരമുള്ള വർത്താനം പറയണ്ടോ? ഈ കേസിലെ അതിജീവിത ഞാൻ അങ്ങോട്ട് പറഞ്ഞ പറയാം, നെറികെട്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. വൃത്തികെട്ട വർഗം. ദീപകിനെ കൊലക്ക് കൊടുത്ത അതിജീവിത. അതെ, അവര് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്താ ഉറക്കം വരുന്നു? അവര് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ നേരെ സെക്ഷൽ അസോൾട്ട് ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് അവര് കൊടുത്തിട്ടുണ്ട്. നുണയാണ് പറയുന്നെങ്കിലും അതെങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് പറയണമെന്ന് നിന്നെ കണ്ടുപിടിക്കണം. എന്തൊരു തുണച്ചിയാടാ. ഇല്ല, അത് തെറ്റാണ്. അവർ ഇതുവരെ ഒരു പരാതി കൊടുത്തിട്ടില്ല. ഇതുവരെ അവർ അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? അതാണ് പുള്ളു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആൺകുട്ടികൾ നോക്കണേ, ഒരുത്തം മരിച്ചു കിടന്നാൽ പോലും മര്യാദ കാണിക്കുന്നില്ല. തനിക്ക് നാണമുണ്ടോടോ എന്നോട് പറയാൻ? ഉളുപ്പ് വേണ്ടോ? ഉളുപ്പ്. എനിക്ക് മനസ്സിലാക്കുന്നത് ഇതിന് മുമ്പുള്ള എന്തോ ഒരു സാധനം അല്ല, ഇന്റൻഷനലി ഒരു വീഡിയോ എടുക്കുന്നതും മഞ്ഞപ്പിത്ത പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നുന്നു. ആ വീഡിയോയിൽ അവരെന്തോ തെളിയിക്കാൻ സാധിക്കുന്നതും ആ തെളിയിക്കുന്ന സാധനം അവർക്ക് കിട്ടിയതിന്റെ സന്തോഷം എനിക്ക് തിരിച്ചു. ജയിക്കാൻ വേണ്ടി സ്വന്തം കുറ്റങ്ങൾ പോലും മറ്റുള്ളവർ തലയെ കെട്ടിവെക്കും.